ആരായിരുന്നു PV അൻവർ മുതൽ? ഞാൻ അവസാനിപ്പിക്കണം, ദീർഘമായി സംസാരിക്കുന്നില്ല. ആരായിരുന്നു ആ മുതല്? ആരായിരുന്നു PV അൻവർ എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ LDF പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്ന കടന്നൽ രാജ എന്നാണ്. എന്നാ കടന്നലിന്റെ പ്രത്യേകത, കടന്നലിന്റെ കൂട്ടിലേക്ക് നിങ്ങളൊരു കല്ലെറിഞ്ഞാൽ, കടന്നൽ ഇന്നൊരാരോടെങ്കിലും ചോദിച്ചോ നീ എന്തിനാ കല്ലെറിഞ്ഞില്ലല്ലോ, കടന്നൽ ഇളകും. കല്ലെറിഞ്ഞവനെ എറിയാത്തവനെ അവിടെ നീക്കുന്നവരൊക്കെ കുത്തും. ഇല്ലേ? ഒരു തത്വദീക്ഷയില്ലായ്മയാണ്, അല്ലെങ്കിൽ ഒരതമില്ലായ്മയാണ്. ഏതിന്റെ പ്രത്യേകത? ഏതിന്റെ പ്രത്യേകത? കടന്നലിന്റെ പ്രത്യേകത. അൻവറിന് പറ്റിയ വേലയിൽ വന്നു. ഇപ്പോ അയാൾ അതം പഠിച്ചു വരുന്ന ലക്ഷണമൊക്കെ ഇന്നലെ മുതൽ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ നിങ്ങളെ കൊണ്ടു നടന്നപ്പോഴാണ് നവസമൂഹ മാധ്യമങ്ങളിൽ, ഈ കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ, പ്രസംഗവേദികളിൽ നിങ്ങൾ ചാവേറിനെ പോലെ ഉപയോഗിച്ച ഒരാൾ, അയാൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ. എന്തിനാ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തത് സമരം നടത്തിയതാണ്. എന്തിനാ സമരം ചെയ്തത്? നമ്മളെ സമരം ചെയ്തത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച മുള്ളിരിങ്ങാട്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ച വാർത്തയായിരുന്നു, ആന ചവിട്ടിക്കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി. നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇടുക്കി ജില്ലയിലെ. തൊടുപുഴ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കക്കഞ്ചേരിയൊക്കെ പോയാൽ വിളിച്ചാൽ ലീഗിന് 10,000 ആള് കൂടാൻ പറ്റുന്നതല്ല. ഞങ്ങളുടെ നാടും മോശമൊന്നുമില്ല. ഇന്നലെയാണ് ഷാജി സാഹിബ് പ്രസംഗിച്ചത്, 1000 ആൾ ആ പരിപാടി പങ്കെടുത്തത്. അങ്ങനെയുള്ള ഒരിടത്ത് യൂത്ത് ലീഗിന്റെ ഒരു പ്രകടനം നടന്നാൽ അതിന്റെ മുൻനിരയിൽ തോളത്ത് പച്ചക്കൊടിയും പിടിച്ച് നിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ആവേശത്തോടെ മുദ്രാവാക്യം പിടിച്ച് ആ ചെറുപ്പക്കാരനുണ്ടാവും. എന്റെ മുന്നിലിരുന്ന് വിങ്ങിപ്പൊട്ടിയ ആ ഉപ്പ, എനിക്കൊരു താഴെയിരുന്നു, ഒരു തൊണലയിരുന്നു, ഒരു പശുവിനെ തേടി പോയതാണ്. ആന ചവിട്ടിക്കുന്നു. കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ, ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ, അതേപോലെ തന്നെ നിലമ്പൂരിൽ മണിയമ്പല ആദിവാസികൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളാണ് ആക്രമിക്കുക. അവർ കാട്ടിൽ താമസിക്കുന്നവരാ. സ്വാഭാവികമായ പ്രതികരണങ്ങളുണ്ടാവും. പൊതുമുഖത്തിന് തകർത്തുന്നതാണ്. പൊതുമുതൽ തകർക്കാത്തൊരു മുതലാളി ഒന്ന് ഓർത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കണം. ഈ കഴിഞ്ഞതിന് മുന്നത്തെ സഭാസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുമ്പോ കൈക്കൊക്കെ ചേറിയ വെറവലൊക്കെ പിടിച്ചിട്ട് ആളെ മുന്നിലെ എഴുതി പിന്നെ ഒരു മന്ത്രിയാണ്. ആരാണ്? അപ്പൊ കലോത്സവം സാധിച്ചത് കേരളത്തിന്റെ ഗതികേടാണ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. നമ്മൾ വെറുതെ കളിയാക്കല്ലോ. CCTV തെറ്റില്ലാണ്ട് ശിവൻകുട്ടിനോട് പറയിപ്പിക്കുന്ന ആൾക്ക് ഞാൻ 1000 രൂപ പാലക്കാട്ട് പ്രചരണത്തിന് പോയല്ലോ മൂപ്പര്. അപ്പൊ ഈ സ്ഥാനാർത്ഥി വിളിച്ചു, സഖാവിങ്ങൾ എപ്പോഴാണ് പ്രചരണത്തിന് വരിക? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സർ, നാളെ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും. ഇനി നിന്നെ ജയിപ്പിച്ചിട്ട് തിരിച്ചോളൂ. നന്നായി സഖാവെ, നമുക്ക് ചിഹ്നം കിട്ടി. എന്താ ചിഹ്നം? സ്റ്റെതസ്കോപ്പ്. വണ്ടിയെടുത്ത് മൂപ്പര് അവിടെ നിന്ന് 10 തവണ പറഞ്ഞു നോക്കി, സ്റ്റെതസ്കോപ്പ് ഒന്നും രക്ഷയില്ല. അപ്പൊ സരിനെ വിളിച്ചിട്ട് പറഞ്ഞു, സരിനെ സ്റ്റെതസ്കോപ്പ് ഒന്നും തെറ്റില്ലാണ്ട് പറയാൻ ഞാൻ പഠിക്കുന്നത് തെരഞ്ഞെടുപ്പ് പോയി, അതൊന്നും ഞാൻ മടങ്ങാണെന്നാണ്. ആ ശിവൻകുട്ടി വന്നു നിന്നല്ലോ. ശിവൻകുട്ടിയുടെ കയ്യിൽ പിണറായി വിജയൻ ചാടിക്കയറി പിടിച്ചിരുന്നാന്ന് പറയുന്നത് കുട്ടികൾ കണ്ടിട്ടില്ലേ? പഴയ തിളക്കം സിനിമ. തിളക്കം സിനിമയിൽ ദിലീപിന് ചെറിയ തകരാറുകളുണ്ട്. മൂപ്പര് കണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കൈ ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരെങ്കിലും മുണ്ട് മറക്കുന്ന. അപ്പൊ നെടുമുടി വേണം ഓന്റെ കയ്യിൽ ഇങ്ങനെ ബലമായിട്ട് പിടിക്കും. തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പള്ളിയിൽ അച്ഛനായിട്ടുണ്ട് അല്ലേ? അതുപോലെ പിണറായി കയറില്ല. പക്ഷെ ശിവൻകുട്ടി ആരാന്റെ മുണ്ട് മറക്കില്ല, ഇല്ലയോ? അവനോന്റെ മുണ്ടാ മറിക്കും, എന്നിട്ട് തലയിൽ കിട്ടും. എന്നിട്ട് ശിവതാണ്ട് അതിന്റെ ടേബിളിൽ കയറി. നമ്മൾ ഈ ഭീമസേനൻ MT മരിച്ചത് കഴിഞ്ഞ ദിവസമാണല്ലോ. MTയുടെ വലിയ കഥാപാത്രമാണ് 2-ാം മുഴത്തിൽ ഭീമസേനൻ. ഈ ഭീമസേനൻ കല്യാണ സൗകര്യം പോയെന്ന് പറയുന്നത്. അപ്പൊ അഹങ്കാരത്തോടെ മതിച്ചു വരെയാണ് ഭീമസേനൻ. ഭീമസേനനെ കളിയാക്കാൻ ഹനുമാൻ വഴിവട്ടം കിടന്നതാണ്. കദളി വനത്തിലൂടെ മതിച്ചു വരുന്ന ഭീമസേനനെ കദളി വനത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഒരു തടസ്സമുണ്ടാക്കാൻ ഹനുമാൻ വട്ടം കിടന്നു. ഹനുമാന്റെ വാല് പൊക്കാൻ നോക്കി ഭീമൻ. ഭീമൻ മഹാശക്തനാണ്, വായുപുത്രനാണ്. ഭീമന് ഹനുമാന്റെ വാല് പൊക്കാൻ പറ്റില്ല. ഭീമൻ ഹനുമാന്റെ വാലെ കൈ പിടിച്ചിരിക്കും പോലെ വേറെ പിടിച്ചിട്ട കേരളത്തിന്റെ സ്പീക്കർ കസേരയിൽ ആരാ? മാപ്പിള സഖാക്കളുടെ അഖിലേന്ത്യാ ഒരു പേര് ഞാൻ പറയില്ല, കൊന്നാലും പറയില്ല. മൂപ്പര് പിടിച്ചിട്ട് മറിയണില്ല. അപ്പൊ ശിവൻകുട്ടി ഓടി വന്നു, ശ്രീരാമകൃഷ്ണൻ ഓടി വന്നു, ആ സ്പീക്കറുടെ കസേര മറിച്ചിട്ടു. എന്നിട്ട് ശിവൻകുട്ടി ഇതിന്റെ മുകളിൽ കയറി ശിവതാണ്ഡവമാടി. താണ്ഡവം കഴിഞ്ഞാൽ മോഹാലസ്യപ്പെട്ടു എടുത്തോണ്ട് പോയി. 5 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിന് നഷ്ടമാണ് സഖാക്കളെ. KM മാണി എന്ന ഇവിടെ സംസാരിച്ചു പോയ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കൂടെ ഈ കേരളത്തെ നിർമ്മിക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാണി സാറ് ഈ കേരളത്തിന്റെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ നിങ്ങൾ നടത്തിയ നാടകം. നിങ്ങൾ പറഞ്ഞല്ലോ കോലമാണിയാണ്. ഇപ്പൊ നിങ്ങൾ പാലായിൽ പോയാൽ അവിടെ വലിയ സ്മാരകം 25 കോടി രൂപക്ക് ഉണ്ടാക്കിയതാണ്. അതിന് ഫണ്ട് കൊടുത്താലാണ് നിങ്ങള്. ഇതേ CPM ആ സഭ തല്ലി തകർത്ത
KM മാണി സാറിന് ജീവിതാവസാനം വരെ കോഴമാണി എന്ന് വിളിച്ച വേട്ടയാടിയ ഇവർ ഇതിന് കൊടുത്ത ഫണ്ടാണ്. കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയാൻ ഒരു മടിയില്ലാത്ത കൂട്ടര്, അപ്പുറത്ത് നിന്നവരെ കൂടെ കൂട്ടാനും ഒരു മടിയില്ലാത്ത കൂട്ടര്. അവർ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായം, അങ്ങനെ പൊതുമുതൽ തകർത്തവർ, ഈ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്, നേരത്തെ പറഞ്ഞ് വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു സമരം നടത്തിയതിന്റെ പേരില് എന്തൊരു അഹങ്കാര പിന്നെയും